CR നീലകണ്ഠൻ, തീർച്ചയായിട്ടും ഇന്ത്യയിൽ ധാരാളം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമീപകാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചാപ്പ കുത്താനോ അതിനെയൊക്കെ അവഗണിക്കാനോ ഒക്കെ സർക്കാരിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സമരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ അർദ്ധരാത്രി സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് 2 മന്ത്രിമാർ ഇന്ന് എങ്ങനെയെങ്കിലും ഈ സമരം തീർക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചർച്ചയ്ക്ക് പോകുന്നതും, പിന്നെ പരമാവധി നാളെ ഉച്ചവരെ ഞങ്ങൾക്ക് സമയം തരൂ എന്ന് സമരക്കാരോട് അഭ്യർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. പലതരത്തിലുള്ള അടിച്ചമർത്തലുകളാണ് കണ്ടിട്ടുള്ളത്. കർഷക സമരത്തിന്റെ ഒടുക്കം മാത്രമാണ് അതിലൊരു വ്യത്യസ്തമായ കാഴ്ച ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ തരത്തിലും ഇന്നിപ്പോ സുപ്രീം കോടതി തന്നെ എന്ത് ദൃശ്യം എന്ന് ചോദിച്ച സുപ്രീം കോടതി തന്നെ ഞങ്ങൾ ദൃശ്യം കാണുമെന്ന് പറയുന്ന നിലയിലേക്ക് മാറിയല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നത് സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഒരു ഫീഡ്ബാക്ക് അധികാര കേന്ദ്രങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വേണമല്ലോ വിചാരിക്കാൻ. തീർച്ചയായും ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, BJPയുടെ സുഹൃത്ത് പറഞ്ഞു വളരെ ഭംഗിയായി പരീക്ഷ നടത്തിയെന്ന്. ഒറ്റ ചോദ്യം, ആദ്യം പരീക്ഷ എഴുതിയതിൽ 1.25 ലക്ഷം കുട്ടികൾക്ക് രണ്ടാമത് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമോ? അതെന്തുകൊണ്ട്? 1.25 ലക്ഷം കുട്ടികൾ എവിടെ? അവരോട് മാപ്പ് പറയെങ്കിലും വേണ്ടേ? അവരൊക്കെ വളരെ ബുദ്ധിമുട്ടി പഠിച്ചു വന്നതല്ലേ. ഇനി അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ വളരെ കൃത്യമാണ് അഭിലാഷ്. ഈ കുട്ടികൾ സമരം തുടങ്ങുന്നത് അവരുടെ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇവർ പറഞ്ഞു ദേശദ്രോഹികളാണ്, പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് വരുന്നു, അമേരിക്കൻ CIA ഏജന്റാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഏത് സമരത്തിനോടെയും ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. രാജ്യദ്രോഹികളാണ്. ഇപ്പൊ രാജ്യദ്രോഹികളോട് ചർച്ച ചെയ്യാമെന്നായല്ലോ. എന്തായാലും അത് നിൽക്കട്ടെ. രാജ്യദ്രോഹികൾ എന്നുള്ള നിലയ്ക്ക് ശത്രു രാജ്യത്തോട് ചെയ്യുന്ന പോലെ സൈന്യത്തെ ഉപയോഗിച്ചു. അതൊക്കെ എന്നിട്ടും ഇവർ ന്യായീകരിച്ചുകൊണ്ടിരുന്ന അതാണ് രാജ്യദ്രോഹികൾ ഇവർ ഞങ്ങളിതാ ഗംഭീരമായി രാജ്യത്തെ കൊണ്ടുപോകുന്നു. എന്തായാലും രാജ്യദ്രോഹികളല്ല എന്നിടത്ത് വന്നു പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടു. നല്ല കാര്യം. രാജ്യദ്രോഹികളല്ല എന്ന് ഇനിയെങ്കിലും ഒന്ന് പറയണം BJPയുടെ സുഹൃത്തെ. രണ്ടാമത്തെ കാര്യം, ഈ സമരത്തിന്റെ ആ നേർമ, അതിന്റെ ക്ലാരിറ്റി എന്താ? ക്ലാരിറ്റി അനുഭവിച്ച ജനങ്ങൾ, അനുഭവിച്ച കുടുംബങ്ങൾ, കുട്ടികൾ, അവരുടെ സുഹൃത്തുക്കൾ, ഇതിനി നേരിടാൻ പോകുന്ന കുട്ടികൾ. ഇന്നലെ 13 വയസ്സായ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ആ കുട്ടി ഇനി പറയാൻ പോകുന്നത് എന്താ? ഞാൻ പങ്കെടുത്ത 3-4 സമരങ്ങളിൽ അതുപോലെയുള്ള കൊച്ചു കുട്ടികൾ വന്നു. അവർ വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എന്ത് ഫ്യൂച്ചറുണ്ട്. ആ ചോദ്യം വളരെ കൃത്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നത് ഒരു പ്രതിപക്ഷ ആവശ്യം പോലുമല്ല, അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ABVPക്ക് പോലും പറയേണ്ടി വന്നില്ലേ ഇതിൽ കുട്ടികളുമായി ചർച്ച ചെയ്യണമെന്ന്? കുട്ടികളുടെ ആവശ്യം ശരിയാണ് എന്ന്. കാരണം ABVPയിലെ കുട്ടികൾ നാളെ ചോദിക്കും, ഞങ്ങളെ വഞ്ചിച്ചില്ലേ? ഞങ്ങൾ പിന്തുണ നൽകി ജയിപ്പിച്ച നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ വഞ്ചിച്ചില്ലേ? ഈ കുട്ടികളിൽ BJPയുടെ കുടുംബത്തിലെ കുട്ടികളില്ലേ? അവരെന്താ മിണ്ടാതിരിക്കണോ? ഞാൻ പറഞ്ഞു വന്നത്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കൃത്യമായ, കർഷക സമരത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു, കൃത്യമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആവശ്യത്തിന് പ്രതിപക്ഷ കക്ഷികളുടെ, ഭരണത്തിലുള്ള ആളുകളുടെ പോലും പലരുടെയും മാനസികവും അല്ലാതെയുമുള്ള പിന്തുണ വരുന്നു. അതിനെ ഇനി നിങ്ങൾ ദേശദ്രോഹം എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ജനങ്ങൾ അങ്ങനെ കണക്കാക്കുന്നില്ല എന്ന് ഗവൺമെന്റിന് എന്ത് പ്രചരണവും നേരിടാൻ അവർ തയ്യാറായി. അക്രമങ്ങളെ അവർ നേരിട്ടു. ഈ പറഞ്ഞ പോലെ ഗുണ്ടായിസ് നേരിട്ടു. അവരാണ് യഥാർത്ഥ ദേശസ്നേഹികൾ. കാരണം ഈ രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനത്തിലെ വിശ്വാസ്യത എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം വരും തലമുറയുടെ ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹമാണ് കണ്ടത്. അതുകൊണ്ട് ദേശസ്നേഹികൾ എന്ന് ഇവരെ വിളിക്കുകയും എന്നിട്ട് ദേശദ്രോഹി എന്ന് പറയുന്ന അതിന് ഉത്തരവാദിയായ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് അദ്ദേഹം രാജിവെക്കുകയും ചെയ്യണം. കാരണം സുപ്രീം കോടതി ഇപ്പൊ മാറി. അതാ ഞാൻ ആദ്യം പറഞ്ഞേ, സുപ്രീം കോടതി മാറി, പൊതുസമൂഹം മാറി, BJPയുടെ അകത്ത് തന്നെ അസ്വസ്ഥത വന്നു. അത് വരുത്തും. അതാണ് ശരിയായ ഒരു സമരത്തിന്. ഗാന്ധിയൻ സമരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഗാന്ധിയൻ സമരം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ 47 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്